തൃക്കണ്ണിൽ തെളിയുന്നു കാവ്യമുണരും കാരുണ്യദിവ്യാമൃതം തൃക്കൈയിൽ നിറയുന്നു രാഗമുയരും കാട്ടോടതൻ ഭംഗിയും തൃപ്പാദേ വിലസുന്നു ഭക്തി തെളിയും പൂജാമലർ ഭംഗിയായി തൃക്കൺ പാർക്കുക എൻ്റെ ദേവ ഗുരുവായൂരിൽ മിന്നും ഹരേ. ഭഗവാന്റെ കൃഷ്ണാവതാരം 5 സഹസ്രാബ്ദങ്ങൾക്കും അപ്പുറം ദ്വാപരയുഗത്തിലെ അഷ്ടമരോഹിണി അർദ്ധരാത്രിയിൽ ദേവകീ വസുദേവന്മാരുടെ പുത്രനായി പുത്രഭാവത്തിൽ കപടമാനുഷ വേഷം കെട്ടിയാടിയ കണ്ണന്റെ അക്ഷരസ്വരൂപമായ ശ്രീമദ് ഭാഗവതം, ആ ശ്രീമദ് ഭാഗവതത്തെ നമ്മളിതാ ഇവിടെ സപ്താഹ രൂപത്തിൽ അനുസ്മരിക്കുമ്പോൾ ഇന്ന് 4ാമത്തെ ദിവസം നിരവധിയായിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങൾ പാടി പരിപൂർണാവതാരം എന്ന കൃഷ്ണാവതാര രംഗത്തിലേക്ക് നമ്മളിതാ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് അഷ്ടമസ്കന്ധത്തിന്റെ ആദ്യത്തിൽ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന ആ 14 അക്ഷരങ്ങളിലൂടെ 14 ലോകങ്ങളുടെയും നാഥനായ ഭഗവാനെ ഭജിച്ച ആ ഗജേന്ദ്രന്റെ മുമ്പിൽ ഹരിയായി ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ ആരംഭിച്ചത്. ഇനി ഇതാ മറ്റൊരു ഹരി, നരനായ ഹരിയായി, ഇന്നലെ നരഹരിയായിട്ട് അവതരിച്ചു പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയതെങ്കിൽ ഇന്ന് ഒരു കരിയെ രക്ഷിക്കാൻ ഹരിയായി അവതരിച്ചു. ഇപ്പോഴാ ലോകത്തിന് മുഴുവൻ ആനന്ദവും ആശ്വാസവും പകർന്നുകൊണ്ട് ഭഗവാന്റെ ദിവ്യമായ കൃഷ്ണാവതാര രംഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പൊ ഹരിയായി അവതരിച്ച ഭഗവാൻ പിന്നീട് പാലാഴിമഥനത്തിൽ അമരന്മാരുടെ ആമയത്തെ, ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ ആമയായും അവർക്ക് അമൃത പകരാൻ അജിതനായും പിന്നീട് ആ അമൃതകലശവുമായി ആയുർവേദ ആചാര്യനായി ധന്വന്തരിയായും അതിസുന്ദരിയായി മോഹിനിയായും ഭഗവാൻ പല വേഷങ്ങൾ കെട്ടിയാടി. ഓരോ മന്വന്തരത്തിലും ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു നമ്മൾ. പിന്നീട് അവിടെ അതിഥി കശ്യപന്മാരുടെ പുത്രഭാവത്തിൽ അവർ തന്നെയാണ് ഇപ്പൊ ദേവകീ വസുദേവന്മാരായും പുനർജന്മം എടുത്തിരിക്കുന്നത്. അവർ പൃഷ്ടിയും സുതപസ്സുമായപ്പോ ഭഗവാനെ ഭജിക്കുകയും ആ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ മുക്തി എന്ന പരമമായ പദത്തിലേക്ക് എത്തുന്നതിന് പകരം അവർ ആഗ്രഹിച്ചത്, അവരുടെ മനസ്സിൽ തോന്നിയത് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഭഗവാനെ പുത്രനായിട്ട് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് അവർ 3 പ്രാവശ്യം അങ്ങനെ ആഗ്രഹം ഭഗവാനെ അറിയിച്ചു. അതുകൊണ്ട് പൃഷ്ടിയും സുതപസ്സിനും പുത്രഭാവത്തിൽ ഭഗവാൻ പൃഷ്ണിഗർഭനായും അതിനുശേഷം ഭഗവാൻ അതിഥി കശ്യപന്മാരുടെ പുത്രനായി വാമനനായും ഇപ്പതാ ദേവകീ വസുദേവന്മാരുടെ പുത്രനായി വാസുദേവനായും ആ ശ്രീകൃഷ്ണനായും ഭഗവാൻ അവതരിക്കണം. അപ്പൊ ഇങ്ങനെ അവതാരങ്ങളുടെ ദിനമാണ് ഇന്ന്, സപ്താഹയജ്ഞത്തിന്റെ 4ാം ദിവസം. അങ്ങനെ അഷ്ടമസ്കന്ധത്തിൽ വാമനനായി അവതരിച്ച ഭഗവാനെ കണ്ടു, മത്സ്യമായി അവതരിച്ച ഭഗവാനെ കണ്ടു. അതിനുശേഷം പിന്നീട് നവമസ്കന്ധത്തിലേക്ക് കടന്നപ്പോ ഭഗവാന്റെ ഭക്തന്മാരുടെ ഒരുപാട് കഥകൾ കേട്ടു. അതിൽ തന്നെ പ്രത്യേകമായിട്ട് അംബരീഷ ഭക്തി, കാലചക്രം പോലും കൈകൂപ്പി നിന്ന ഭഗവത് ഭക്തിയുടെ ഉദാത്ത മാതൃകയായി അംബരീഷം പിന്നിൽ തുടങ്ങുന്നു. അരുണവംശത്തിലെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാരം, പൂർണാവതാരം ഭഗവാന്റെ. അങ്ങനെയുള്ള ആ ശ്രീരാമാവതാരം പറഞ്ഞു. അത് സൂര്യവംശത്തിലായതുകൊണ്ട് അത് ആദ്യം പറഞ്ഞു. പിന്നീട് ചന്ദ്രവംശത്തിൽ രാമ ഇത്യഭിവിശ്രുത പരശുരാമനായി, ജമദഗ്നിയുടെ പുത്രനായി, ജാമദഗ്നായി, രേണുകാസുതനായി ഭഗവാൻ അവതരിച്ച രംഗം വർണ്ണിച്ചു. എന്നിട്ടാണ് ഏറ്റവും ഒടുവിൽ നവമസ്കന്ധം ഈശാനുകഥ എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്നതാണ്. ഈശ്വരനെ അനുയാത്ര ചെയ്ത നിരവധിയായിട്ടുള്ള രാജാക്കന്മാരുടെ കഥ.
അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവർ രാജ്യം ഭരിച്ചു, അവസാനം ഭഗവാനെ ഭജിച്ച് മോക്ഷം നേടി. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴേക്കും അവരെല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്ത് ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഭഗവത് ഭക്തന്മാരുടെ കഥകൾ. ആ ഭക്തന്മാരുടെ കഥകൾ പറഞ്ഞ് അതിൻ്റെ അവസാനത്തിൽ ഭഗവാന്റെ കൃഷ്ണാവതാര ലീലയെയും വളരെ വളരെ ചുരുക്കി ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്? പരീക്ഷത്തിന് കൃഷ്ണകഥകൾ കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന് ശ്രീ ശിവബ്രഹ്മർഷിക്ക് അറിയാം. അപ്പോ ആ ബ്രഹ്മരാധനായിരിക്കുന്ന ശ്രീ ശിവബ്രഹ്മർഷി വിഷ്ണുരാധനായിരിക്കുന്ന പരീക്ഷത്തിന്റെ മുമ്പിൽ ചുരുക്കി കഥ പറയുന്നത് ഭാഗവതത്തിന്റെ ഒരു സംസ്കാരം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കൂടിയിട്ടാണ്. ശ്രോതാവിന്റെ താല്പര്യമാണ് വക്താവിന് കഥ പറയാനുള്ള താല്പര്യമായിട്ട് തീരുക. വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ഒരു ശ്രോതാവിന്റെ മുമ്പിൽ അതീവ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഭഗവത് കഥകൾ ഒരു വക്താവിന് ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രം പറയാൻ സാധിക്കും. ഭഗവാന്റെ കാരുണ്യം മാത്രമാണ്, ഒരിക്കലും നമ്മുടെ നൈപുണ്യമല്ല ഇതിന് പിന്നിൽ എന്ന് ആദ്യം തിരിച്ചറിയണം. അപ്പൊ അങ്ങനെ ആ ശ്രീ ശിവബ്രഹ്മർഷി വളരെ ചുരുക്കി പറഞ്ഞു, ഭഗവാനെ ദേവകീ ദേവിയും വസുദേവരും കംസന്റെ കാരാഗ്രഹത്തിലെ കനത്ത ഇരുട്ടിൽ ഒരു കത്തുന്ന പൊൻവിളക്കായി മണിവിളക്കായി ആ മരതകമണിവർണ്ണൻ മിന്നിത്തിളങ്ങിയത് മുതൽ ഏറ്റവും ഒടുവിൽ സരസ്വതി നദിയുടെ തീരത്ത് ആത്മരച്ചുവട്ടിൽ തന്റെ കാലിലേക്ക് അമ്പെയ്ത് ജരയ്ക്ക് പോലും ജനാർദ്ദന ലോകം പകർന്നുകൊടുത്ത കണ്ണന്റെ അലിവിന്റെ കഥ, കാരുണ്യത്തിന്റെ കഥ അത് പറഞ്ഞു. അതുവരെയുള്ളത് വളരെ പെട്ടെന്ന് നവമസ്കന്ധത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു നിർത്തി. എന്നിട്ട് ശ്രീ ശിവബ്രഹ്മർഷിയുടെ മുഖത്തേക്ക് ആ നോക്കിയിരിക്കുന്ന പരീക്ഷിത്ത് അപ്പൊ ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞാ പോരാ എന്ന്. വധവിസ്തരാൽ, അന്ന് പരീക്ഷിത്ത് വിസ്തരിച്ച് കേൾക്കണം എന്ന മോഹം പറഞ്ഞതുകൊണ്ട് അന്ന് പരീക്ഷത്തിനോടൊപ്പം കഥ കേട്ടിരുന്ന സൂതൻ ശൗനകാദി ഋഷീശ്വരന്മാർക്ക് ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞ കഥകളൊക്കെ തന്നെ യഥാതീതം യഥാമതി എന്ന രീതിയിൽ എന്താണോ പഠിച്ചത് അത് തന്റെ ബുദ്ധി അനുസരിച്ച് പറഞ്ഞു കൊടുത്തപ്പോ നമ്മളെ പോലുള്ള സാധാരണ ആളുകൾക്കും ആ ഭാഗവത ഗംഗ സഹസ്രാബ്ദങ്ങളിലൂടെ ഒഴുകി ഒഴുകി നമ്മുടെ ഹൃദയത്തിലൂടെയും ഒഴുകുമ്പോൾ അതിന്റെ കരയ്ക്ക് നിൽക്കാനും അതിൽ ഒരു തുള്ളിയെങ്കിലും ആസ്വദിക്കാനും അതിന്റെ മാധുര്യം ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാനും സാധിച്ചിരിക്കുന്നു. വീണ്ടും പറയുന്നു, ഒന്നും എൻ നൈപുണ്യമല്ല കണ്ണ, എല്ലാം നിൻ കാരുണ്യം ഒന്നു മാത്രം. സാഹിത്യം തീരെയില്ല, കഥകൾ പറയവേ സംശയം തീരുകില്ല, സംഗീതം തോന്നുകില്ല, കവിതയുണരുവാൻ സംസ്കൃതം തീരെയില്ല. എന്നിട്ടും നിന്റെ പുണ്യകഥകൾ പറയുവാൻ എത്തിയോരെന്റെ ഉള്ളിൽ വാക്കായി നീ തന്നെ എത്തൂ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധു. വെറും പൂജ്യമായൊരു ജീവനെ പൂജ്യപദവിയിലേക്ക് എത്തിക്കുന്ന പരിപൂർണ അവതാരമാണ് കൃഷ്ണൻ. അല്ലേ? നമ്മളൊക്കെ വെറും പൂജ്യമാണ്. എന്നാൽ ഭഗവാനാകുന്ന ഒന്ന് നമ്മളോടുകൂടി ചേരുമ്പോൾ നമ്മുടെ പൂജ്യത്തിനൊക്കെ വലിയ വിലയുണ്ടാവും. അതല്ല, ഭഗവാനാകുന്ന ഒന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിലോ നമ്മുടെ പൂജ്യങ്ങൾക്കൊന്നും വിലയില്ല. ഇനി 1 കോടി പൂജ്യം എഴുതി വെച്ചാലും ഒരു പൂജ്യത്തിന് പോലും വിലയില്ല. എന്നാൽ ആ പൂജ്യത്തിന് മുമ്പ് ഭഗവാനാകുന്ന ഒന്ന് വന്നു ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അതിനൊക്കെ വില വർദ്ധിക്കുന്നു, മൂല്യമുണ്ടാവുന്നു, അമൂല്യമായ അവസ്ഥയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മളൊക്കെ വെറും 0 ആണെങ്കിൽ, വെറും പൂജ്യമാണെങ്കിൽ നമ്മളെയൊക്കെ ഹീറോ ആക്കുന്ന കാരുണ്യമാണ് ഭഗവാൻ. ആ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അപ്പൊ മാത്രമേ നമ്മുടെ ഈ ജീവിതം ശിവമായി നിൽക്കുള്ളൂ. അല്ലെങ്കിലോ ആ സദ്ഭാവം നഷ്ടപ്പെട്ടാൽ പറയാറുള്ളത് പോലെ ആ സത്ത് പോയാൽ, അല്ലേ, ചത്തുപോയാൽ വെറും ശവമായിട്ട് തീരുന്നു. ആ സത്യത്തെ അറിയലാണ്, ആ പരമമായ സത്യത്തെ ധ്യാനിക്കലാണ് ഭാഗവതം. അതുകൊണ്ടാണ് സത്യം പരം ധീമഹി എന്ന് ആരംഭിക്കുന്ന ഭാഗവതം ആ സമർപ്പണാധ്യായത്തിലും ആ സപ്താക്ഷരി തന്നെ സൂതനെ കൊണ്ട് പറയിപ്പിച്ചു, സത്യം പരം ധീമഹി. ഈ സപ്താക്ഷരിയാണ് ഒരു സപ്താഹത്തിന്റെ പൂർണ്ണതയായി, അതിന്റെ ഗരിമയായി, പൊലിമയായി, മഹിമയായി
നിലനിൽക്കുന്നതെന്ന് തിരിച്ചറിയാം. ആ സത്യത്തെ തിരിച്ചറിയാനുള്ളൊരു യാത്രയാണ്. അതാണ് ഭാഗവതം എന്നുള്ളത്. അപ്പൊ പരീക്ഷിത്ത് അതുകൊണ്ട് പറഞ്ഞു, വധവിസ്തരാൽ, വിസ്തരിച്ചു പറഞ്ഞു തരണേ. അവതീര്യ യഥോർവംശേ ഭഗവാൻ ഭൂതഭാവന കൃതവാൻ യാനി വിശ്വാത്മാ താനിനോ വധ വിസ്തരാൽ, വിസ്തരിച്ചു പറഞ്ഞു തരണേ എന്ന് പറയാണ്. എല്ലാം ഉപേക്ഷിച്ച സർവസംഘ പരിത്യാഗികളായിരിക്കുന്ന ഋഷീശ്വരന്മാർക്ക് പോലും അവർക്ക് ഈ സംസാര ദുഃഖത്തിന്റെ, സംസാരമാകുന്ന വലിയ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭേഷജമാണ്, ഔഷധമാണ് ഭഗവാന്റെ കഥകൾ. അതിനെ തള്ളിക്കളയുന്ന ആളുകൾ, അതിനെ മനസ്സിലാക്കാത്ത ആളുകൾ, അവരൊക്കെ മൃഗങ്ങൾക്ക് തുല്യമാണ്. അവരൊക്കെ കൃതജ്ഞരാണ് എന്നാണ് പറയുക. സത്യത്തിൽ എൻ്റെ പിതാമഹന്മാര് ധർമ്മപുത്രാദികൾക്ക് കൗരവ സൈന്യ സാഗരത്തിലെ അതിഭയങ്കരന്മാരായ ദേവവ്രതാദ്യ ആതിരഥൈ തിമിംഗിലൈ, ഭീഷ്മര്, ദ്രോണര്, കർണൻ തുടങ്ങിയ തിമിംഗിലങ്ങൾ നിറഞ്ഞ കൗരവ സൈന്യ സാഗരത്തെ വത്സപദം ഇവ, ഒരു പശുവിന്റെ കുളമ്പടിയിലെ വെള്ളം അത്രയും ചെറുതാക്കി ആ കൗരവ സൈന്യ സാഗരത്തിന്റെ മറുകര കടക്കാൻ സാധിച്ചുവെങ്കിൽ അതിന് കാരണം ആ പാർത്ഥസാരഥിയാണ്. വിജയന് വിജയക്കൊടി പാറിക്കാൻ അവസരം തന്നത് ആ വിജയസാരഥിയാണ്. ആ ഭഗവാന്റെ കഥകൾ. എന്തിനാ മറ്റുള്ളവരുടെ കഥകളിലേക്ക് പോണത്? എന്റെ കഥ തന്നെ. ദ്രൗണ്യസ്ത്ര വിപൃഷ്ടമിതം മദംഗം സന്താന ബീജം ഒരു പാണ്ഡവാനാം ജുഗോപകുക്ഷിം ഗതാത്ത ചക്രോ മാതുശ്ചമേയ ശരണം ഗതായ. ഒരർത്ഥത്തിൽ ആ ഭഗവാൻ എൻ്റെ സഹോദരനാണ് എന്ന് പറയാൻ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട്. അഹങ്കാരലേശമില്ലേ. കാരണം എന്താ? എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്ന്, ഉത്തരാഗർഭത്തിലേക്ക് കടന്ന് ഈ ഔത്തരേന് ജീവൻ നൽകിയ ഉത്തമ സ്വരൂപനാണ് ഭഗവാൻ, ഉത്തമ ശ്ലോകനാണ് ഭഗവാൻ. ദ്രൗണിയുടെ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് നശിച്ചുപോയ ഞാനാകുന്ന ജീവന് തിരിച്ച് ഈ ഭൂമിയില് ഭൂസ്പർശം കിട്ടാൻ അന്ന് ആ ഭഗവത് സ്പർശം കൊണ്ടാണ് സാധിച്ചത്. അതുകൊണ്ട് ആ മായാമനുഷ്യന്റെ ലീലകൾ എനിക്ക് പറഞ്ഞു തരണേ, വിസ്തരിച്ച് പറഞ്ഞു തരണേ. രോഹിണിയുടെ പുത്രനാണ് രാമൻ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ദേവകിയുടെ പുത്രനായിട്ട് തീരുന്നത്? ഒരാൾ തന്നെ രണ്ട് അമ്മയുടെ മകനാവുന്നത് എങ്ങനെയാണ്? മുകുന്ദൻ മുക്തിം ദദാനീതി മുകുന്ദ, ലോകത്തിന് മുഴുവൻ മുക്തി കൊടുക്കുന്ന ഭഗവാൻ അച്ഛന്റെ ഗൃഹം വിട്ട് വനത്തിൽ ആ വ്രജത്തിലേക്ക് പോയത്, വനലീലകളാടിയത്. ഭഗവാൻ എത്രയെത്ര ദിവസം അവിടെ നന്ദഗോപരുടെയും യശോദയുടെയും കൂടെ കഴിഞ്ഞു. ഭഗവാൻ എന്തൊക്കെ ലീലകളാണ് ആടിയത്. ഭഗവാൻ അമാമനായ കംസനെ നിഗ്രഹിച്ചത് എന്തിനാണ്? ഭഗവാന്റെ കപടമാനുഷവേഷം എത്ര കാലം നീണ്ടു നിന്നു? ഭഗവാന് എത്ര പത്നിമാരുണ്ടായിരുന്നു എന്നൊക്കെ ശ്രീശുഖബ്രഹ്മർഷിയുടെ അടുത്ത് കുറേ ചോദ്യങ്ങൾ പരീക്ഷിത്ത് ചോദിച്ചപ്പോഴേക്കും പരീക്ഷിത്ത് ആലോചിച്ചു, തൻ്റെ ചോദ്യങ്ങളുടെ കുറവ് കൊണ്ട് ഉത്തരം കുറയരുത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? ഏതതന്യച്ച സർവം മേ മുനേ കൃഷ്ണവിചേഷ്ടിതം വക്തുമർഹസി സർവജ്ഞ ശ്രദ്ധാനായ വിസ്തൃതം. ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട, ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരണം. അതിന് അങ്ങ് കഴിവുള്ള ആളാണ്. ആ കഴിവ് എന്നിലേക്ക് കനിവായിട്ട് പെയ്തിറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ശ്രോതാവിനെ, തൻ്റെ ശിഷ്യനെ അഭിനന്ദിച്ചും കൊണ്ട് ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യാസകി സ ഭഗവാനഥ വിഷ്ണുരാതം പ്രത്യർച്ച കൃഷ്ണചരിതം കലികൽമഷഘ്നം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാന. ആ ശ്രീകൃഷ്ണ ചരിത്രത്തെ, കലിമാലിന്യങ്ങളെ ഇല്ലാതെയാക്കുന്ന കൃഷ്ണലീലകളെ പറയാനായിട്ട് ആരംഭിച്ചു. പരീക്ഷിത്ത് ഉറപ്പിച്ചു പറഞ്ഞു, വിശപ്പും ദാഹവുമാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അവിടെ ശമീക മഹർഷിയുടെ ആശ്രമത്തിലെത്തി എനിക്ക് കനത്ത ദാഹം കൊണ്ട് അതികഠിനമായ ഒരു പാപം ചെയ്യേണ്ടി വന്നു. എന്നാൽ ആ പാപം പോലും ഒരു ശാപത്തിലൂടെ എനിക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ മരണം 7 ദിവസത്തിനുള്ളിൽ 7-ാം ദിവസം നടക്കുമെന്ന് ഉറപ്പു വന്നപ്പോ അങ്ങ് വന്ന്
എന്നെ അനുഗ്രഹിച്ച് ആ ഭഗവാന്റെ കഥകൾ ആ ഭാഗവതത്തെ പറഞ്ഞു തന്നില്ലേ? അത് കേട്ട് കേട്ട് പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം, അമൃതം കഥാമൃതം ഹരികഥാമൃതം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം പിബന്ധം. അങ്ങ് ആദ്യം പറഞ്ഞില്ലേ പിബത ഭാഗവതം. അതിങ്ങനെ ആവോളം ആസ്വദിച്ച് കുടിച്ച് മാധവലീലതൻ മോഹന നിസ്വനം മാധുര്യമേറുന്ന മദ്യമാകാം 4-5 തുള്ളിയെ ഞാൻ ആസ്വദിച്ചുള്ളൂ കാലടി മണ്ണിലുറയ്ക്കാതായി. എനിക്ക് വിശപ്പും ദാഹവും ഒക്കെ ഇല്ലാതെയായിരിക്കുന്നു. ഇപ്പൊ എനിക്ക് വിശപ്പും ദാഹവും ഇല്ലേ എന്ന് ചോദിച്ചാലുണ്ട്, വല്ലാത്ത ദാഹമുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? കൃഷ്ണകഥകൾ കേൾക്കാനുള്ള വലിയ ദാഹം എനിക്കുണ്ട്. അതിന് അവിടുന്ന് യോഗ്യനാണ്, അവിടുത്തേക്ക് അത് പറയാൻ സാധിക്കുള്ളൂ. പറഞ്ഞ് അടിയനെ അനുഗ്രഹിക്കണേ. ഇതിനെ കേട്ടപ്പോ ശ്രീശബ്രഹ്മർഷി പറഞ്ഞു, സമ്യക് വ്യവസിതാ ബുദ്ധി സ്തവ രാജർഷി സത്തമ. ഹേ രാജർഷി ശ്രേഷ്ഠ, അങ്ങയുടെ ബുദ്ധി വേണ്ട പോലെയാണ് പ്രവർത്തിക്കുന്നത്. ആ വാസുദേവ കഥകളിൽ അങ്ങക്ക് ഇത്രയും നൈസർഗികമായ നൈഷ്ഠിക്ക് ഒരിക്കലും ആ അനങ്ങാത്ത ഒരു ബുദ്ധി അങ്ങക്ക് ഉണ്ടായില്ലേ, ഒരു രതി അങ്ങക്ക് ഉണ്ടായില്ലേ? ഭഗവാന്റെ കഥകളുടെ പ്രത്യേകത അത് ചോദിക്കുന്ന ആളെയും അത് കേൾക്കുന്ന ആളെയും അത് പറയുന്ന ആളെയും ഭഗവാന്റെ ദിവ്യമായ പാദതീർത്ഥം പോലെ ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് പറയാനായിട്ട് ആരംഭിക്കുന്നു ശ്രീ ശിവബ്രഹ്മർഷി. ഭൂമിദേവി ഗോരൂപം സ്വീകരിച്ച് ബ്രഹ്മാവിൻ്റെ അടുത്ത് എത്തുന്നതും തനിക്ക് ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരെ കൊണ്ട് സഹികെട്ടുവെന്നും ഇനിയും സഹിക്കാനാവില്ല, എൻ്റെ വേദന ഞാൻ ആരോട് പറയും എന്ന് സാക്ഷാൽ ബ്രഹ്മാവിനോട് പറഞ്ഞപ്പോ ബ്രഹ്മാവ് പറഞ്ഞു, അത് വേദസ്വരൂപനായ ഭഗവാനോട് തന്നെയാണ് പറയേണ്ടത്. എല്ലാ വേദനകളും ഇല്ലാതെയാക്കുന്ന ആ വേദസ്വരൂപനെ, ആ ഭഗവാനെ നമുക്ക് പോയി ഭജിക്കുക. അതാണ് ഏക വഴി. ഹരിശംതേ കരിഷ്യതി എന്ന് നാരദൻ ഭക്തിദേവിയോട് പറഞ്ഞതുപോലെ നാരദന്റെ പിതാവായിരിക്കുന്ന ബ്രഹ്മാവ് ഭൂമിദേവിയോടും പറയാതെ പറഞ്ഞു നമുക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ പാൽക്കടലിന്റെ തീരത്ത് കുളിർ തെന്നൽ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ അന്തരീക്ഷത്തിൽ ബ്രഹ്മരുദ്രാദി ദേവന്മാരോടുകൂടി ഭൂമിദേവിയും അവിടെ എത്തി ഭഗവാനെ സ്തുതിക്കുന്നു. ബ്രഹ്മാവ് പുരുഷസൂക്തം കൊണ്ട് ഭഗവാനെ യജിച്ചു. ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ അക്ഷരമായി പെയ്തിറങ്ങി എന്നാണ്. ബ്രഹ്മാവിന് കാണാൻ സാധിച്ചില്ല ഭഗവാനെ, പക്ഷേ ആ കാരുണ്യം അറിയാൻ സാധിച്ചു. ബ്രഹ്മാവിൻ്റെ ഉള്ളിലേക്ക് ഭഗവാന്റെ വാക്കുകൾ പെയ്തിറങ്ങി. ബ്രഹ്മാവ് തൻ്റെ കൂടെയുള്ള ഭൂമിദേവിയോടും അതേപോലെ മഹാദേവനോടും ദേവേന്ദ്രനോടും മറ്റ് ദേവന്മാരോടുമായി പറഞ്ഞു, ഭഗവാൻ വസുദേവ ഗൃഹേ ജനിഷ്യതേ. വസുദേവന്റെ ഗൃഹത്തിൽ ഭഗവാൻ ജനിക്കാൻ പോകുന്നു. നിങ്ങളെല്ലാവരും ഭഗവാന് ആ വേണ്ട തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും ഈ ഭൂമിയിൽ പിറക്കേണ്ടതാണ്. ഭഗവാന്റെ തന്നെ അംശമായിരിക്കുന്ന അനന്തമൂർത്തി, 1000 നാവുള്ള അനന്തൻ ഭഗവാന്റെ ഏട്ടനായിട്ട് പിറക്കാൻ പോകുന്നു. മായാ ഭഗവതി, വിഷ്ണോർ മായാ ഭഗവതി. ആ ദേവി നന്ദഗോപസുതയായി ഭഗവാന്റെ ദിവ്യമായ കൃഷ്ണാവതാര ലീലകൾക്ക് വേണ്ട തരത്തിലുള്ള ആ സഹായം ചെയ്യാനായിട്ട് ഇതാ ഇറങ്ങി പുറപ്പെടുന്നു. ഇങ്ങനെ ഈ വാക്കുകൾ ഇങ്ങനെ കേട്ടു സമാധാനായി എല്ലാവരും സ്വധാമ പരമംയയോ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി. ആശ്വാസമായി, ആനന്ദമായി, വല്ലാത്തൊരനുഭവമായി, അനുഭൂതിയായി അവർക്ക് ആനന്ദസ്വരൂപന്റെ വാക്കുകൾ. അങ്ങനെ അവരെല്ലാവരും തിരിച്ചുപോയി. ശ്രീശബ്രഹ്മർഷി പറയുകയാണ്, പരീക്ഷിത്തെ പിന്നീട് മധുരയിൽ ഒരു വിവാഹ ഘോഷയാത്രയിലേക്കാണ് ഞാൻ അങ്ങയെ കൊണ്ടുപോണത്. അവിടെ ശൂരസേനോ യദുപതിർ മധുരാം ആവസൻപുരി മാധുരാം ശൂരസേനാംശ്ച വിഷയാൻ ബുഭുജേ പുര. നിങ്ങൾക്ക് അറിയാലോ, അവിടെ ശൂരസേനനായിരിക്കുന്ന സാക്ഷാൽ വസുദേവര് ഉഗ്രസേനന്റെ സഹോദരൻ ദേവകന്റെ പുത്രിയായിരിക്കുന്ന ദേവകിയെ വിവാഹം ചെയ്തു. ദേവകന്റെ മറ്റ് 6 പുത്രിമാരെയും വസുദേവര് തന്നെയാണ് വിവാഹം ചെയ്തത്. പൗരവി, രോഹിണി, ഭദ്ര, മധുര, രോചന, ഇള. ദേവകി 7ാമത്തെ പത്നിയാണ് വസുദേവരുടെ.
ആ ദേവകിയെ വിവാഹം ചെയ്ത് വിവാഹ ഘോഷയാത്ര വരന്റെ ഗൃഹത്തിലേക്ക് ഗൃഹപ്രവേശത്തിനായിട്ട് പോകുന്ന സമയത്താണ് ഉഗ്രസേന സുത കംസ സ്വസുപ്രിയ ചികീർഷയ, തന്റെ സഹോദരിയോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ട് ഉഗ്രസേനന്റെ പുത്രനായ കംസൻ ഓടി വരുന്നു. ആ സാരഥിയെ രഥത്തിൽ നിന്നും താഴേക്ക് ഇറക്കണു. സ്വയമേവ ആ കുതിരകളുടെ കടിഞ്ഞാണ് സ്വയം ഏറ്റെടുക്കണു. എല്ലാവർക്കും അത്ഭുതമായി. കംസൻ അങ്ങനെ നോക്കി മെല്ലെ രഥചക്രങ്ങൾ ഉരുട്ടാൻ തുടങ്ങുമ്പോഴാണ് ചതുശ്ശതം പാരിബരിഹം ഗജാനാം ഹേമമാലിനാം അശ്വാനാം അയുധം സാർത്ഥം രഥാനാം ചതുർശതം, നിരവധി ആനകള്, കുതിരകള്, ദാസിമാര് എന്ന് വേണ്ട ഒരുപാട് ധനം ദേവകൻ തന്റെ പുത്രിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ദാസീനാം സുകുമാരീണാം ദ്വേഷത്തെ സമലകൃതേ എന്നാണ്. 200 ദാസിമാര് സർവാഭരണ വിഭൂഷിതകളായിട്ട് അവിടെ താലം പിടിച്ച് അതിന്റെ മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെ ദുഹിതൃവത്സലനായിരിക്കുന്ന ആ ദേവകൻ ഇതൊക്കെ കൊടുത്തു. ശംഖദൂര്യ മൃദംഗാശ്ച നേതുർദുന്ദുഭയ സമം പ്രയാണ പ്രക്രമേതാവൽ വരവദ്ധോ സുമംഗളം. അവിടെ വീണ വേണു തുടങ്ങിയ വാദ്യങ്ങളൊക്കെ മുഴങ്ങി, മൃദംഗം മുഴങ്ങി, ദുന്ദുഭി മുഴങ്ങി, ശംഖു മുഴങ്ങി. ആ ശംഖധ്വനി അവസാനിക്കുന്നതിന് മുമ്പേ ആ ശംഖധ്വനിയുടെ ഓങ്കാര ശബ്ദം ഭൂമിയിൽ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആകാശവീതിയിൽ നിന്ന് മറ്റൊരു അശരീരി അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ അബുധ. പട്ടേരിപ്പാട് നാരായണത്തിൽ എന്താ പറയുന്നത്? ഹന്തേതി ഹന്തേതി, അങ്ങനെയാണ് അല്ലേ? അശരീരിക്കൊക്കെ ഒരു പ്രതിധ്വനി ഉണ്ടാവും. ഇതേപോലെ പട്ടേരിപ്പാട് തന്റെ സാഹിത്യ ഭംഗി കൊണ്ടും ഭക്തി കൊണ്ടും എഴുതിയ നാരായണീയത്തിൽ പട്ടേരിപ്പാട് പ്രതിധ്വനി കൂടി തന്റെ ശ്ലോകത്തിൽ ഉൾപ്പെടുത്തി. ഹന്തേതി ഹന്തേതി എന്നാണ്. ഏതായാലും ലോകം മുഴുവൻ ആ ശബ്ദം കേട്ട് അത്ഭുതപ്പെട്ടപ്പോ അത് കേട്ട് ഭയപ്പെട്ട ഒരാള് അത് ഉഗ്രസേന പുത്രനായ കംസനാണ്. എങ്കിൽ ഇവളുടെ 8ാമത്തെ പുത്രനാണ് എന്റെ അന്തകനാകുക എങ്കിൽ ആദ്യം തന്നെ ഇവളെ ഇല്ലാതെയാക്കാമെന്ന് തുച്ഛപ്പെടുത്തിയ കംസൻ ചാടിയിറങ്ങി സഹോദരിയോടുള്ള സ്നേഹമൊക്കെ മറന്നു. ഭഗിനിം ഹന്തുമാരബ്ധ ഖഡ്ഗപാണി കചേഗ്രഹി, തന്റെ സഹോദരിയെ കൊല്ലാനായി ആ ദേവകിയുടെ തലമുടിയിൽ അങ്ങോട്ട് പിടിച്ചു. വാള് വലിച്ചൂരി വെട്ടാനായിട്ട് പുറപ്പെടുന്നു. വസുദേവര് ചാടി ഇറങ്ങി കയ്യിലിങ്ങനെ കയറി പിടിച്ചു. അങ്ങനെ ചെയ്യരുത്, അങ്ങയുടെ ഈ യശസ്സിന് കളങ്കമായിട്ട് തീരും, ഭോജന്മാരുടെ യശസ്സിന് കളങ്കമാവും. ഇങ്ങനെ ചെയ്താൽ അങ്ങേ പോലുള്ള വീരന്മാരിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? സ്ത്രീയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ വീരന്മാർക്ക് ചേർന്നതല്ല. പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു. ഇത് വെറും സ്ത്രീയല്ല, അങ്ങയുടെ സഹോദരിയാണ്. അങ്ങയുടെ സഹോദരിയുടെ വിവാഹ ദിനം കൂടിയാണ്. ആനന്ദത്തോടുകൂടി ഒരു പെൺകുട്ടി ഇരിക്കേണ്ടുന്ന പുണ്യദിനത്തിൽ അവളെ അന്തകന് കൊടുക്കാൻ പോകുന്നു അങ്ങ് എങ്കിൽ അങ്ങ് ചെയ്യുന്നത് തെറ്റു തന്നെയാണ്. ഓരോ മനുഷ്യനും ജനിക്കുമ്പോ തന്നെ മൃത്യുർജന്മവതാം വീര ദേഹേന സഹജായത, ജനിക്കുമ്പോ തന്നെ മരണം എഴുതി വെച്ചിട്ടുണ്ട്. അദ്യവാബ്ദ ശതാന്തേവ, ഒരുപക്ഷെ ഈ വർഷമാവാം അല്ലെങ്കിൽ 100 വർഷം കഴിഞ്ഞിട്ടാവാം. ഏതായാലും മരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് ഇങ്ങനെ യശസ്സിന് കളങ്കം വരുന്ന തരത്തിൽ അങ്ങ് പ്രവർത്തിക്കരുത്, അങ്ങയുടെ സഹോദരിയെ കൊല്ലരുതേ എന്ന് പറഞ്ഞു നോക്കി. വിശേഷമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ അതൊന്നും തന്നെ കേൾക്കാവുന്ന നിലയിലായിരുന്നില്ല കംസൻ. അവസാനം എങ്ങനെയും തന്റെ ഭാര്യയെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോ തന്റെ പ്രഥമമായ പ്രവൃത്തി എന്ന് തിരിച്ചറിഞ്ഞ വസുദേവര് പറഞ്ഞു, നഹ്യസ്യാസ്തേ ഭയം സൗമ്യ യദ്വാഗാഹ ശരീരിണി പുത്രാൻ സമർപ്പയിഷ്യേ സ്യാൽ യതസ്തേ ഭയമുദ്ധിതം. അങ്ങ് പേടിക്കണ്ട, ഇവളുടെ 8ാമത്തെ കുഞ്ഞാണ് അങ്ങയുടെ അന്തകനാവും എന്ന് പറഞ്ഞത്. 8ാമത്തെ കുട്ടിയല്ല, ഞങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളെ മുഴുവൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കാം. അങ്ങ് കൊല്ലുകയോ വളർത്തുകയോ ചെയ്തോളൂ, ഇനി ഭയം വേണ്ട എന്ന് വസുദേവരുടെ വാക്ക് കേട്ടപ്പോ കംസന് അതിലൊരു ശരിയുണ്ട് എന്ന് തോന്നി. കംസൻ ദേവകിയെ ഉപേക്ഷിച്ച് തന്റെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. ദേവകി വസുദേവന്മാരെ കാരാഗ്രഹത്തിൽ അടച്ചു.
ദേവകീ വസുദേവന്മാർക്ക് ഉണ്ടായ ആദ്യപുത്രൻ കീർത്തിമാൻ എന്ന ആ ഉണ്ണിയെ കംസന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കംസൻ പറഞ്ഞു, പ്രതിയാതു കുമാരോയം അസ്തിമേ ഭയം. എനിക്ക് ഈ ഉണ്ണിയിൽ ലവലേശം പേടിയില്ല. 8ാമത്തെ ഉണ്ണിയാണ് എൻ്റെ അന്തകനാവെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഉണ്ണിയെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നു. വസുദേവര് ആ ഉണ്ണിയെ എടുത്ത് വീണ്ടും തൻ്റെ ആ കാരാഗൃഹത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. കീർത്തിമാൻ, സുഷേണൻ, ഭദ്രസേനൻ, ഋജു, സംവർദ്ധനൻ, ഭദ്രൻ എന്നിങ്ങനെ 6 ഉണ്ണികളുണ്ടായി. 6 പേരെയും കംസൻ കൊല്ലാതെ വിട്ടു. എന്നാൽ കംസന്റെ ഈ പ്രവൃത്തി അത് ഭഗവാന്റെ അവതാരത്തിന് തടസ്സമാവും എന്ന് കരുതി. അതല്ലെങ്കിൽ ഈ 6 പേർക്കും ഇത്രയും ആയുസ്സുള്ളൂ, കംസനാൽ തന്നെ ഇവർക്ക് മരണമുണ്ടാവണമെന്നും ഇവർ പണ്ട് മരീചിക്ക് ഊർണ എന്ന പത്നിയിലുണ്ടായ 6 കുട്ടികളാണ്, ഇവരെ ഇപ്പൊ തന്നെ ഈ പ്രാരബ്ധം തീർത്ത് പറഞ്ഞയക്കണം എന്ന് കരുതി നാരദൻ വന്ന് കംസനോട് പറഞ്ഞു, അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെയൊന്നല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഈ യാദവന്മാരെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ദേവന്മാരാണ്. അപ്പോ 8ാമത്തെ ഉണ്ണിയാണ് അങ്ങയെ കൊല്ലുക എന്നുള്ള ശരീരം കേട്ട് ഇപ്പൊ ഉണ്ടായതൊക്കെ 1, 2, 3, 4, 5, 6 എന്നങ്ങ് വിചാരിച്ചിരുന്നാൽ ചിലപ്പോ ദേവന്മാര് നമ്മളെ പോലെ ആവില്ല കണക്ക് നോക്കുക. അങ്ങ് ആലോചിച്ചു നോക്കൂ, ഒരു വൃത്തത്തിൽ 8 ബിന്ദുക്കൾ നാരദൻ രേഖപ്പെടുത്തിയിത്രേ. എന്നിട്ട് ചോദിച്ചു, ഇതിൽ 8ാമത്തെ ബിന്ദു ഏതാണ്, അങ്ങ് പറയൂ എന്ന് പറഞ്ഞപ്പോ കംസൻ വല്ലാതെ അന്ധാളിച്ചു പോയി. കാരണം ഇതിൽ 8ഉം 8 ആവാൻ സാധ്യതയുണ്ട്. എവിടുന്ന് എണ്ണി നോക്കണമെന്നുള്ള അനുസരിച്ചാണ് 8ാമത്തെ ബിന്ദു ഏതാണെന്ന് തീരുമാനിക്കുക. അതുകൊണ്ട് അങ്ങ് വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നാമം ജപിച്ച് നാരദൻ അവിടുന്ന് യാത്രയായി. വൈകിയില്ല. ഋഷേർ വിനിർഗമേ കംസോ യദുവൻ മത്വാസുരാനിധി ദേവക്യ ഗർഭസംഭൂതം വിഷ്ണും ച സ്വവധം പ്രതി. അപ്പോ ദേവകിക്കുണ്ടാകുന്ന കുഞ്ഞ് തന്നെ കൊല്ലുമെന്നും യാദവന്മാരൊക്കെ ദേവന്മാരാണെന്നും മനസ്സിലാക്കിയ കംസൻ ദേവകീ വസുദേവന്മാരുടെ കാരാഗൃഹത്തിന് കനത്ത കാവൽ ഏർപ്പെടുത്തിയെന്ന് മാത്രമല്ല, ആ 6 ഉണ്ണികളെയും നിഷ്കരുണം കരിങ്കൽ തറയിൽ ആഞ്ഞടിച്ചു കൊലപ്പെടുത്തി കംസൻ. ദേവകീ വസുദേവന്മാരുടെ മുമ്പിൽ ആ തലച്ചോറ് തകർന്നു പോകുന്ന കുട്ടികളുടെ ദീനരോധനവും ആ കാഴ്ചയും കാണാനാവാതെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ദേവകീ വസുദേവന്മാരെ. പക്ഷേ ആ ദുഃഖത്തിന്റെ കനത്ത പൂരിരുട്ടിൽ ആശ്വാസത്തിന്റെ, അഭിമാനത്തിന്റെ, ആനന്ദത്തിന്റെ ചന്ദ്രബിംബം തെളിയാറായി എന്ന് അവർ പതുക്കെ പതുക്കെ അറിയാൻ തുടങ്ങി. കംസൻ ഉഗ്രസേനൻ എന്ന തൻ്റെ അച്ഛനെ, ഭരണചക്രം തിരിക്കുന്ന അച്ഛനെ സിംഹാസനത്തിൽ നിന്നും പിടിച്ചിറക്കി കാരാഗൃഹത്തിൽ അടച്ചു. സ്വയമേവ മധുരയുടെ ചക്രവർത്തിയായി മാറി. അച്ഛന്റെ മന്ത്രിമാരെ മുഴുവൻ മാറ്റി തൻ്റെ നയം ഈ ലോകത്ത് നടപ്പാക്കാൻ സാധിക്കുന്ന തരത്തിൽ പ്രലംബൻ, ഭഗൻ, ചാണൂരൻ, തൃണാവർത്തൻ, അഘാസുരൻ, മുഷ്ടികൻ, അരിഷ്ടൻ, ദ്വിവിതൻ, കേശി, ധേനുകൻ, പൂതന എന്നിങ്ങനെയുള്ള 11 അംഗ മന്ത്രിസഭയെ തെരഞ്ഞെടുത്തു. അവര് യാദവന്മാർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളും പകർന്നു എന്ന് പറയുന്നു. ഈ സമയത്ത് ഭഗവാൻ ഏട്ടനായി പിറക്കാനായി ആ അനന്തമൂർത്തിയെ ദേവകിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ദേവകിയുടെ ഉദരത്തിലേക്ക് അനന്തമൂർത്തി എത്തിക്കഴിഞ്ഞു. രാമാവതാരത്തിൽ ലക്ഷ്മണനായി ഭഗവാനോടൊപ്പം ഭഗവാനെ അനുസന്ധാനം ചെയ്ത ആ പ്രിയപ്പെട്ട 1000 നാവുള്ള അനന്തൻ എല്ലാം കഴിഞ്ഞ് തൻ്റെ ദേഹത്ത് കിടക്കുന്ന ആ ഭഗവാന്റെ ചെവിയിൽ മെല്ലെ മന്ത്രിച്ചു. അടുത്ത അവതാരത്തിൽ ഭഗവാനെ ഞാൻ ഏട്ടനായിക്കോട്ടെ എന്ന് ചോദിച്ചു അത്രേ. ഭഗവാൻ പറഞ്ഞു, തീർച്ചയായും അടുത്ത അവതാരത്തിൽ ഏട്ടൻ എന്നുള്ള സ്ഥാനവും രാമൻ എന്നുള്ള നാമവും ഞാൻ അങ്ങക്ക് തരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അത്ര ആദ്യം ബലരാമസ്വാമി ആവാൻ സാക്ഷാൽ അനന്തമൂർത്തിയെ ഭഗവാൻ പറഞ്ഞയച്ചു. അതിനുശേഷം ആ അഖിലാണ്ടേശ്വരിയായിരിക്കുന്ന ജഗദംബികയായ ദേവിയെ വിളിച്ചു. ദേവിയോട് പറഞ്ഞു, ദേവി അവിടെ ചെന്ന് ആ ദേവകീ ഗർഭത്തിലുള്ള എൻ്റെ തന്നെ ചൈതന്യമായിരിക്കുന്ന ശേഷ ചൈതന്യത്തെ അശേഷം അവിടെ വെക്കാതെ രോഹിണ്യ ഉദരേ സന്നിവേശിയ, രോഹിണിയുടെ ഉദരത്തിലേക്ക് ചേർത്ത് വയ്ക്കൂ. ദേവി നന്ദഗോപപുത്രിയായിട്ട് അവതരിക്കൂ.
ദേവിയെ ധൂപോപഹാര ബലിഭീഷ്, ധൂപങ്ങളെ കൊണ്ടും ഉപഹാരങ്ങളെ കൊണ്ടും ബലികളെ കൊണ്ടും ഭക്തന്മാര് ജനങ്ങൾ ദേവിയെ പൂജിക്കും. ദേവിയെ ദുർഗയെന്നും ഭദ്രകാളിയെന്നും വിജയെന്നും വൈഷ്ണവിയെന്നും കുമുദയെന്നും ചണ്ഡികയെന്നും കൃഷ്ണ, മാധവി, കന്യക, മായ, നാരായണി, ഈശാനി, ശാരദ, അംബിക തുടങ്ങിയ പല പല നാമങ്ങളെ കൊണ്ട് അർച്ചിക്കുമ്പോൾ അവർക്കൊക്കെ സർവകാമവരേശ്വരിയായി സർവകാമവരപ്രദയായി ദേവി മിന്നിത്തിളങ്ങണേ എന്ന് പറഞ്ഞപ്പോ തഥേത്യോമിതി തദ്വജ, അത് കേട്ട് ഓമിതി ശരി എന്ന് പറഞ്ഞ് ദേവി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് അവിടെ ദേവകിയുടെ ഗർഭത്തിലുള്ള ചൈതന്യത്തെ എടുത്ത് മാറ്റുകയും ചെയ്തു. അതോടുകൂടി ആളുകൾ പറഞ്ഞു, അഹോ വിശ്രംസിതോ ഗർഭ, ദേവകിയുടെ ഗർഭം അലസിപ്പോയി, കംസന് കൂടുതൽ ആധിയായി. ഇനി ഉണ്ടാകുന്നതാണോ എട്ടാമത്തത്, അതോ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഏഴാമത്തതാണോ? കണക്കറിയാതെ വല്ലാതെ പരിഭ്രമിച്ചു. ആ കാലനായി ദാ വിഷ്ണു അവതരിക്കാൻ പോണു എന്ന് കംസന് തോന്നി തുടങ്ങി. ആ സന്ദർഭത്തിലാണ് ആനകദുന്ദുഭിയായിരിക്കുന്ന സാക്ഷാൽ വസുദേവരുടെ ഹൃദയ പീഠികയിൽ, ആ ഹൃദയ ശ്രീകോവിലിൽ ഭഗവാൻ മിന്നിത്തിളങ്ങാൻ തുടങ്ങി. ഇതുവരെ അനുഭവിച്ച കണ്ണീര് ഇപ്പതാ മറ്റൊരു തരത്തിലാണ് കണ്ണിൽ നിന്നൊഴുകുന്നത്. ഇത് ആനന്ദ കണ്ണീരാണ്, ഒരിക്കലും വേദനയുടെ കണ്ണീരല്ല. വേദസ്വരൂപനായ ഭഗവാൻ ഉള്ളിൽ മിന്നിത്തിളങ്ങിയപ്പോ വസുദേവരുടെ കണ്ണുകളിൽ നിന്ന് ഹർഷാശ്രു ബിന്ദുക്കൾ ഒഴുകാൻ തുടങ്ങി. ആനന്ദം, ആ മുഖത്ത് വല്ലാത്തൊരു ശാന്തത. ദേവകി ചോദിച്ചു, ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോഴേക്കും വസുദേവരിൽ നിന്നും ദേവകിയിലേക്ക് ഭഗവൻ സ്വരൂപം അങ്ങോട്ട് മാറ്റം ചെയ്യപ്പെട്ടു. രണ്ടുപേർക്കും ആനന്ദം. അങ്ങനെ ആ ഭഗവാൻ കാരാഗ്രഹത്തിൽ ദേവകീ വസുദേവന്മാരുടെ ഹൃദയ ശ്രീകോവിലിൽ മിന്നിത്തിളങ്ങിയപ്പോ അവിടെ വന്നു സാക്ഷാൽ ബ്രഹ്മാവ്. ബ്രഹ്മാഭവശ്ചതത്രൈത്യ മുനിഭിർ നാരദാദിഭി, ബ്രഹ്മാവുണ്ട്, മഹാദേവനുണ്ട്, ദേവേന്ദ്രനുണ്ട്, ദേവന്മാര്, നാരദാദി ഋഷീശ്വരന്മാര്, അവരൊക്കെ ചേർന്ന് ആ ഭഗവാനെ ഗംഭീരമായിട്ട്, ആ ധർമ്മനായകനായിരിക്കുന്ന ഭഗവാനെ വൃഷണം ഗീർഭി ഐഡയൻ, വളരെ വിശേഷമായിട്ടുള്ള സ്തുതികളെ കൊണ്ട് കീർത്തിച്ചു എന്ന് പറയുന്നു. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം, തന്റെ ഭക്തന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി അവതരിച്ച ഭഗവാന്റെ നരസിംഹാവതാരത്തിന് അവിടെ പ്രഹ്ലാദൻ എന്ന 5 വയസ്സുകാരൻ ലോകത്തിന്റെ മുമ്പിൽ പകർന്നു കൊടുത്ത നവധാഭക്തിക്ക് തുല്യമായി 9 സത്യങ്ങളെ കൊണ്ട് അന്ന് നരഹരിയെ സ്തുതിക്കാൻ തയ്യാറാക്കിയതാണോ നിശ്ചയില്ല നാൻമുഖൻ. ഇപ്പൊ നരനായി അവതരിക്കുന്ന ഹരിയെ സ്തുതിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് തോന്നും. കാരണം ഗർഭഗത വിഷ്ണുവിനെയാണ് ഇപ്പോ ബ്രഹ്മാവ് സ്തുതിക്കാറുള്ളത്. കാരണം നരസിംഹാവതാരം കഴിഞ്ഞതോടുകൂടി അവതാരത്തിന്റെ അവിടെ പോയി സ്തുതിക്കാൻ പറ്റുന്ന ധൈര്യം ഇല്ലാതെ ആയിരിക്കണോ നാൻമുഖന്. അപ്പോ ഇനി എന്ത് ചെയ്യാം? ആദ്യം സ്തുതിക്കുക, അത് കഴിഞ്ഞ് അവതാരം കഴിഞ്ഞാൽ വീണ്ടും സ്തുതിക്കാം. അങ്ങനെയാണ് വാമനാവതാരത്തിൽ നമ്മൾ അത് കണ്ടു. അതിഥിയുടെ ഉദരത്തിൽ ഭഗവാൻ എത്തിയെന്ന് അറിഞ്ഞപ്പോ വന്ന് സ്തുതിച്ചു അവിടെ. അത് കഴിഞ്ഞ് പിന്നീട് ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും വന്ന് സ്തുതിച്ചു. ഇവിടെയോ? ഇവിടെയും ആദ്യം സ്തുതിക്കുകയാണ്. 9 സത്യങ്ങളെ കൊണ്ട് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന എന്ന് ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ഭഗവാനെ. എന്നിട്ട് പറയാണ്, ഈ പ്രപഞ്ചം അത് ആദിവൃക്ഷമാണ്. പ്രകൃതിയായ ഒരേ ഒരു ആധാരത്തോട് കൂടിയിട്ടുള്ളതാണ് ആ വൃക്ഷം. അതിനോ ദ്വിഫല, സുഖദുഃഖങ്ങളാകുന്ന 2 ഫലങ്ങളുണ്ട്, 2 പഴങ്ങളുണ്ട്. ത്രിമൂല, സത്വരജസ് തമോ ഗുണങ്ങളാകുന്ന 3 വേരുകളുണ്ട്. ചതുർരസ, 4 രസങ്ങളാണ്. അത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ്. പഞ്ചവിധ, നേത്രം, ശ്രോത്രം, ഘ്രാണം, രസന, ത്വക്ക്. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന 5 പ്രകാരങ്ങളുള്ളത്. അതേപോലെ ഷഡാത്മ, 6 വികാരങ്ങളാണ്. ശോകം, മോഹം, ജര, മൃത്യു, വിശപ്പ്, ദാഹം. അതേപോലെ സപ്തത്വ, ത്വക്ക്, മാംസം, രക്തം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നിങ്ങനെയുള്ള ആ
7 ധാതുക്കളാകുന്ന തോലുകളോടുകൂടിയതാണ് ഈ ആദിവൃക്ഷം. അഷ്ടവിടപ, ഇതിന് 8 ശാഖകളുണ്ട് എന്നാണ് പറഞ്ഞത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. പിന്നെ അവാക്ഷ, 2 ചെവി, 2 കണ്ണ്, 2 നാസാദ്വാരം, വായ, അതേപോലെ വിസർജ്യത്തിന്റെ 2. അങ്ങനെ 9 ദ്വാരങ്ങളാകുന്ന പൊത്തുകളോടുകൂടി. ദശച്ഛതി, പ്രാണൻ ഏത് തരത്തിലാണ്? 10 വായുക്കൾ എന്നാ പറയാ. പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ, നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ. അങ്ങനെയുള്ള ആ 10 വായുക്കളാകുന്ന ഇലകളുള്ള ദ്വിഖഗ, ഈ വൃക്ഷത്തിൽ 2 പക്ഷികൾ വന്നിരിക്കുന്നുണ്ട്. ഒന്ന് ജീവാത്മാവാണ്, മറ്റൊന്ന് പരമാത്മാവാണ്. അങ്ങനെയുള്ള അവിടുത്തെ അടിയങ്ങൾ ദാ നമസ്കരിക്കുന്നു. അവിടുന്ന് മാത്രമാണ് ലോകത്തിൽ സത്യമായിട്ടുള്ളത്. ഈ ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണം അങ്ങാണ്. ഈ ലോകം എന്തിലേക്ക് ലയിക്കുന്നു? അതും അങ്ങ് തന്നെയാണ്. ഈ ലോകത്തിന്റെ പരിപാലകൻ അതും അങ്ങനെയാണ്, അങ്ങ് തന്നെയാണ്. അങ്ങനെ ഈ മായാനിർമ്മിതമായ ലോകത്തിൽ മായാതീതനായി അവിടുന്ന് മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഭഗവാനെ എന്നൊക്കെ അതിഗംഭീരമായിട്ട് ബ്രഹ്മാവ് സ്തുതിച്ചു. ആ സ്തുതിയൊക്കെ കേട്ടപ്പോ ശൃണ്വൻ ഗൃണൻ സംസ്മരയംശ്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യസ്ത്വച്ചരണാരവിന്ദയോരാവിഷ്ടചേതാ ന ഭവായ കൽപ്പതേ. പറഞ്ഞു അവിടുത്തെ ഈ നാമങ്ങൾ, അവിടുത്തെ ദിവ്യമായ രൂപങ്ങൾ, അത് ശൃണ്വൻ ഗൃണൻ, കേൾക്കുകയോ പാടുകയോ ഒക്കെ ചെയ്താൽ, അല്ലെങ്കിൽ സംസ്മരയൻ, ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ മതി. ഭഗവാനെ കുറിച്ച് പറയുക, ഒരാളെ കാണുമ്പോൾ ഭഗവത് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ പറയുക, ചിന്തയൻ, ധ്യാനിക്കുക. അങ്ങനെ ചെയ്താൽ ലൗകികവും അലൗകികവുമായിട്ടുള്ള, ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളിലും അവിടുത്തെ പാദപത്മങ്ങളിൽ മനസ്സ് ചേർത്തു വെച്ചാൽ അയാൾക്ക് ഭവായ ന കൽപ്പതേ, പിന്നെ പുനർജന്മം, സംസാര ദുഃഖം ഉണ്ടാവുന്നില്ല ഭഗവാനെ. അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഹരേ, എല്ലാവരുടെയും സന്താപത്തെ നശിപ്പിക്കുന്ന ഭഗവാനെ, അങ്ങയുടെ അവതാരം കൊണ്ട്, അങ്ങയുടെ തൃപാദത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ ഭൂമിയുടെ ഭാരം ഇല്ലാതെയാവുകയാണ്. അപ്പോ അത് വലിയ ഭാഗ്യമാണ്. ഗാം, അതേപോലെ ദ്യാം ച, ഈ ഭൂമിയെയും സ്വർഗത്തെയും അവിടുന്ന് അങ്ങയുടെ ആ തൃപാദ കമലങ്ങളെ കൊണ്ട് അവിടുന്ന് ഇതാ ശുദ്ധമാക്കുന്നു. അത് കാണാൻ പോവുകയാണ് ഞങ്ങൾ. അത് ഞങ്ങളുടെ ഭാഗ്യമാണ്, ദിഷ്ട്യ ഞങ്ങളുടെ മഹാഭാഗ്യമാണ് ഭഗവാനെ. ജന്മരഹിതനായ അവിടുത്തേക്ക്, അങ്ങ് അജനാണ്. അങ്ങനെയുള്ള അവിടുന്ന് അഭവനായിരിക്കുന്ന അവിടുത്തേക്ക് ജന്മം എടുക്കാനുള്ള ഒരു താല്പര്യം, അതിന് കാരണം വിനോദം വിന, വെറും ഒരു ലീല മാത്രമാണ്. അങ്ങനെ ഇതൊന്നും ബാധിക്കുന്നില്ല, ഞങ്ങൾക്കിതൊന്നും അറിയുന്നില്ല ഭഗവാനെ. സത്യത്തിൽ എല്ലാവർക്കും അഭയാശ്രയ, അഭയത്തിന് ആശ്രയമായിരിക്കുന്ന ഭഗവാനെ, ജനനം, മരണം, നിലനിൽപ്പ് ഇതൊക്കെ അങ്ങയിൽ മാത്രം നിലനിൽക്കുന്നതാണ്. അങ്ങ് മത്സ്യമായും ഹയഗ്രീവനായും കൂർമ്മമായും, മത്സ്യ അശ്വ കക്ഷപ നൃസിംഹ വരാഹ ഹംസ രാജന്യ വിപ്ര വിബുധേഷു കൃതാവതാര, മത്സ്യമായി, ഹയഗ്രീവനായി, കൂർമ്മമായി, നരസിംഹമായി, വരാഹമായി, ഹംസമായി, ശ്രീരാമനും പരശുരാമനും വാമനനായും അവിടുന്ന് അവതാരം ചെയ്തു. അങ്ങനെ ഞങ്ങളെയും 3 ലോകങ്ങളെയും അവിടുന്ന് പരിപാലിച്ചു. ഇപ്പതാ ഭുവ ഭാരം ഹര യദുത്തമ, ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കൂ ഹേ യദുശ്രേഷ്ഠ, അവിടുത്തേക്ക് വന്ദനം 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 എന്ന് പ്രാർത്ഥിക്കുന്ന ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനോട് ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മാവേ, ഈ അവതാരം കാണാൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല. അത് 2 പേർക്കേ ഉള്ളൂ. അത് ഈ 2 പേർക്കാണ്, വസുദേവർക്കും ദേവകിക്കും. ഒരുപാട് 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 ദുഃഖങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ട ഇവർക്ക് ഞാൻ ഇവരുടെ മുമ്പിൽ അവതരിക്കാൻ പോവുകയാണ്. ബാക്കി എല്ലാവരും പുറത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ മുമ്പിലൊക്കെ പ്രത്യേക പൂജകൾ നടക്കുമ്പോൾ ആരും അകത്ത് വേണ്ട, എല്ലാവരും പുറത്തു നിന്നോളൂ എന്ന് പറയും. എന്നിട്ടോ അവിടെ അച്ഛനും അമ്മയും മാത്രം, ആ തന്ത്രിയും മേശാന്തിയും മാത്രം, പിതൃതുല്യനായ തന്ത്രിയും മാതൃതുല്യനായിരിക്കുന്ന മേശാന്തിയും മാത്രം ഭഗവാന് പൂജ കഴിക്കുന്നത് പോലെ ആ ഭഗവാന്റെ ദിവ്യ ദർശനം അവർക്ക് മാത്രമായി ചിലപ്പോഴൊക്കെ ഭഗവാൻ ചുരുക്കുന്നത് പോലെ
ഇവിടെ ബ്രഹ്മരുദ്രാദിദേവന്മാരെ ഭഗവാൻ അവിടുന്ന് പറഞ്ഞയച്ചു. എന്നിട്ടോ അവരെല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി. ഭഗവാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും പോയി കാത്തു നിൽക്കൂ, അധികം വൈകാതെ ഞാൻ അച്ഛൻ്റെ ആ കൈകളാകുന്ന തൊട്ടിലിൽ കിടന്ന് നിങ്ങളെ കാണാൻ വരാം. ബ്രഹ്മാവിന് സമാധാനമായി. കാരണം ഒരൊറ്റ ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടി, കാര്യം അങ്ങനെ ഒരു വേഷം എടുക്കേണ്ടി വന്നതും തൻ്റെ വരപ്രസാദം കൊണ്ടാണ്. താൻ അങ്ങനെ കുറേ വരങ്ങൾ കൊടുത്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഹനുഷ്യേപി വരോർജിതം, എന്ത് വരം കൊടുത്താലും ഞാൻ കൊന്നോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് മൃഗമല്ലാതെ മനുഷ്യനല്ലാതെ മൃഗം മാനുഷം ഇങ്ങനെയൊക്കെ പല വേഷം കെട്ടേണ്ടി വന്നു. ഇതിപ്പോ അങ്ങനെയല്ല. അച്ഛൻ്റെ കൈക്കൂടെന്നെങ്കിൽ ഒരു കളഹംസം പോലെ ഞാൻ നിങ്ങൾക്ക് ദർശനം തരാം എന്ന് ഭഗവാൻ പറയാതെ പറഞ്ഞത് കേട്ട് ആശ്വാസത്തോടു കൂടി ബ്രഹ്മരുദ്രാദിദേവന്മാരെ യാത്രയാവുന്നു. ഭഗവാൻ അവതരിക്കാൻ തീർച്ചപ്പെടുത്തി. യോഗമായ ദേവിയെ വിളിച്ചു. അഥ സർവഗുണോപേത കാല പരമശോഭന. ഒരു ചോദ്യമാണ് ഭഗവാന്റെ. എന്താ ദേവി മറുപടി പറഞ്ഞത്? അഥ സർവഗുണോപേത കാല പരമശോഭന. എല്ലാം വേണ്ടതുപോലെ ആയിട്ടുണ്ട് ഭഗവാനെ. എങ്കിലും ദാ ഒരു മിനിറ്റ്, അങ്ങനെയാണല്ലോ നമ്മളൊക്കെ, ആ സമയം വരുമ്പോ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ദേവി ഓടിപ്പോയി എന്നാണ്. അങ്ങനെ ദേവി നോക്കി. ഭഗവാൻ പറഞ്ഞേക്കണത് അഷ്ടമി രോഹിണി, നിശീധ സമയം, അസ്തമയം കഴിഞ്ഞ് 16 നാഴിക കഴിഞ്ഞിട്ടുള്ള സമയത്ത് 2.5 നാഴികയാണ് 1 മണിക്കൂർ. അപ്പൊ അസ്തമയം കഴിഞ്ഞ് ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞ് അർദ്ധരാത്രിയും കഴിഞ്ഞ് നിശീധ സമയത്ത് ഭഗവാൻ അവതരിക്കാൻ പോവുകയാണ്. ബ്രഹ്മാവിന്റെ നാളാണ് രോഹിണി, മഹാദേവന്റെ പക്കമാണ് അഷ്ടമി. ആ രണ്ടും ചേരുന്ന പുണ്യമുഹൂർത്തത്തിൽ ഭഗവാൻ അവതരിക്കാൻ തീരുമാനിച്ചു. ഗ്രഹങ്ങളൊക്കെ എല്ലാം വേണ്ടത് വേണ്ട സ്ഥലത്ത് നിൽക്കുന്നു. അങ്ങനെ ഭഗവാന്റെ അവതാരത്തിന്റെ കേളുകൊട്ടുയർന്നു. ദുന്ദുഭിനാദം മുഴക്കാൻ തുടങ്ങി. മേഘങ്ങൾ അവർക്ക് ആനന്ദിക്കാനും അഭിമാനിക്കാനും കാരണമുണ്ട്. അവരുടെ നിറത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. മേഘശ്യാമളവർണ്ണൻ. ലോകം മുഴുവൻ ഇനി ഞങ്ങളെ അറിയുന്നത് അങ്ങനെയാണ്. കൃഷ്ണന്റെ നിറമുള്ളവർ കാർമേഘവർണ്ണൻ, കരിമുകിൽ വർണ്ണൻ, എന്തൊക്കെയാ ഞങ്ങളെ വിളിക്കുക, മഴമുകിൽ വർണ്ണൻ എന്നൊക്കെ ഭഗവാനെ വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് തങ്ങൾ എന്ന രീതിയിൽ ആനന്ദത്തിന്റെ ആ ദുന്ദുഭി മുഴക്കുന്നു. ആനകദുന്ദുഭിയായിരിക്കുന്ന ആ വസുദേവപുത്രനായിട്ട് ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പേ അഷ്ടമിയേ ആയിട്ടുള്ളൂ. അഷ്ടമിക്ക് ചന്ദ്രകലയാണ് പതിവ്. ഭഗവതി നോക്കുമ്പോ ഈ ഭൂമി മുഴുവൻ ചന്ദനം അണിയിച്ചതുപോലെ എല്ലായിടത്തും ആ പൂനിലാവ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചന്ദ്രൻ പരിപൂർണനായിട്ട് നിൽക്കുന്നു. ചന്ദ്രനോട് ചോദിച്ചപ്പോൾ ചന്ദ്രനും മറുപടിയുണ്ട്, ചന്ദ്രനും അഭിമാനമുണ്ട്. ചന്ദ്രൻ പറഞ്ഞു, ഇത് എനിക്ക് ഭഗവാൻ തന്ന അനുഗ്രഹമാണ്. എൻ്റെ വംശത്തിലാണ് ഭഗവാൻ അവതരിക്കാൻ പോണത്. അതുകൊണ്ട് പരിപൂർണതമനായി 16 കലകളോടുകൂടി ഭഗവാൻ അവതരിക്കുമ്പോൾ ഞാനും പൂർണ്ണനായി നിൽക്കുകയാണ് എന്ന് ചന്ദ്രൻ ആകാശവീതിയിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളിൽ രോഹിണിയുടെ സന്തോഷത്തിന് അതിരില്ലാത്തൊരവസ്ഥയാണ്. രോഹിണിയോട് ദേവി ചോദിച്ചു, എന്താ രോഹിണി ഇത്ര സന്തോഷം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഭഗവാൻ രോഹിണി നക്ഷത്രത്തിലാണ് പിറക്കാൻ പോണത്, അതാണ് എൻ്റെ സന്തോഷം. കാരണം ഇനി ആ വ്രജത്തില് ഗോപികമാരോടും ഗോപാലന്മാരോടും കൂടി പശുക്കുട്ടികളെ മേച്ചും വെണ്ണ കവർന്നും പലതരത്തിലുള്ള ലീലകളാടുന്ന ആ കണ്ണനാമുണ്ണിയുടെ അടുത്ത് ഗോപികമാര് 2 കൈകളും ചേർത്ത് പിടിച്ച് ഉണ്ണിയുടെ മുഖത്തേക്ക് അങ്ങനെ ശ്രദ്ധിച്ചു നോക്കി അവർ ചോദിക്കും, ഉണ്ണിയുടെ പേരെന്താ എന്ന് ചോദിക്കും. അപ്പൊ ഉണ്ണി പറയും, എൻ്റെ പേര് കൃഷ്ണൻ എന്ന് പറയും. ആട്ടെ, ഉണ്ണിയുടെ നാളെന്താന്ന് ചോദിച്ചാൽ ചിങ്ങമാസത്തിൽ രോഹിണിയാണ് എൻ്റെ നാളെന്ന് പറയും. അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ രോഹിണിക്ക് വലിയ സന്തോഷം. ഇവർക്ക് മാത്രമാണോ സന്തോഷം? എല്ലാവർക്കും സന്തോഷം. അവിടെ നോക്കുമ്പോൾ ആമ്പലുകൾ വിടർന്നു നിൽക്കാറുണ്ട് രാത്രി സമയത്ത്. ഇപ്പോ അതിനിടയിലൊക്കെ ആ ചെന്താമരക്കണ്ണനെ സ്വീകരിക്കാൻ താമരപ്പൂക്കളും വിടർന്നു നിൽക്കുന്നു. അവര് തലയാട്ടിക്കൊണ്ട് ആകാശവീതിയിലെ ദുന്ദുഭിക്കും. അതേപോലെ തന്നെ ഈ കരയിലേക്ക് മെല്ലെ മെല്ലെ കാരുണ്യത്തിന്റെ തിരകൾ എന്നതുപോലെ സമുദ്രത്തിലെ തിരകൾ ആഞ്ഞൊടിക്കുമ്പോൾ അതിനൊപ്പം പാട്ടുപാടുന്നുണ്ട് തോന്നും. അവരുടെ ആ താളത്തിൽ, കാറ്റിന്റെ താളത്തിൽ ആടുന്ന താമരപ്പൂക്കളെ കണ്ടാൽ സ്വാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ എന്ന് അവർ പാടുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ഇത്രയും ഈ അർദ്ധരാത്രി ഇങ്ങനെ വിടർന്നു നിൽക്കണത്?
പ്രഭാതത്തിൽ സൂര്യോദയത്തിലാണല്ലോ നിങ്ങൾ വിടരാറുള്ളത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം. ഈ ഉണ്ണിയെ കുറിച്ച് ഇനി ഞങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഉണ്ണി എല്ലാ കാര്യങ്ങളും പറയാം. താമര കണ്ണൻ എന്ന് വിളിക്കും, പത്മനാഭൻ എന്ന ഉണ്ണിക്ക് പണ്ടേ പേരുണ്ട്. തന്നെയുമല്ല, ആ ഉണ്ണിയുടെ കാലുകൾ പാദാരവിന്ദം കരാരവിന്ദം ഒക്കെ താമരയുമായി ബന്ധപ്പെടുത്തി. ഇങ്ങനെ എല്ലാവരും ആനന്ദത്തോടു കൂടി ഇരിക്കുന്നു. സജ്ജനങ്ങളുടെ ആ ഹോമാഗ്നി പ്രദക്ഷിണമായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും ആനന്ദം. കാറ്റ് ആ സുഖസ്പർശം നൽകിക്കൊണ്ട് പുണ്യഗന്ധത്തെ വഹിച്ചുകൊണ്ട് ശുദ്ധമായി മെല്ലെ മെല്ലെ വീശാൻ തുടങ്ങി. സജ്ജനങ്ങളുടെയൊക്കെ മനസ്സ് സന്തോഷം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു. അങ്ങനെ എല്ലായിടത്തും എല്ലാം വേണ്ടതുപോലെ ആയ സമയത്ത് ഭഗവാന്റെ ദിവ്യമായ അവതാരമുണ്ടായി എന്ന് പറയുകയാണ് ശിശുബ്രഹ്മർഷി. നമുക്കും ആ അവതാര കൃഷ്ണനെ നമ്മുടെ കൈകളിലേക്ക് ചേർത്ത് പിടിക്കാം. ആ കണ്ണന്റെ അവദാനങ്ങളെ നമുക്ക് പാടിക്കൊണ്ടേയിരിക്കാം. ജീവിതയാത്രയിൽ ഏതൊക്കെ സ്ഥലത്തെത്തിയാലും കണ്ണന്റെ പാട്ട് പാടാനും കണ്ണന്റെ കഥ കേൾക്കാനും കണ്ണന്റെ രൂപം അനുഭവിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ കൃഷ്ണാവതാര രംഗത്തിലേക്ക് കടക്കുക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. അഥ ദശമസ്കന്ധ തൃതീയോധ്യായ. ശ്രീശുക ഉവാച. അഥ സർവഗുണോപേത കാലപരമശോഭന യർഹ്യേവാജനജന്മർക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠ പുരഗ്രാമവ്രജാകരാം നദ്യപ്രസന്നസലിലാ ഹൃദാ ജലരുഹശ്രിയാ ദ്വിജാളികുലസംനാദസ്തബകാ വനരാജയ വായുസുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ച ദ്വിജാദീനാം ശാന്താസ്തത്ര സമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ അജനേ തസ്മിൻ നേതുർദുന്ദുഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവാസ്തുഷ്ടുവോ സിദ്ധചാരണ വിദ്യാധര്യശ്ച നൃദുർ അപ്സരോഭി സമം തദാ മുമുചുർമുനയോ ദേവാ സുമനാംസി മുദാന്വിതാ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീധേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീൽ യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കലാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ
സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി 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 ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. കാരാകാരത്തമസിൽ കനിവു കിനിയുമാ ഭക്തി ദീപം തെളിഞ്ഞു കണ്ടു ശ്രീകൃഷ്ണരൂപം അനുപമ മധുരം ശംഖചക്രാദിയോടെ കണ്ണീരാൽ പാദപത്മം കഴുകി സുഹൃതികൾ ദേവനോ ബാലനായി കൈവല്യം നൽകുവാനായി സ്മരരിപുഹരിയോ ലീലയാടാനൊരുങ്ങി തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്യുഷാ പരിഷ്വക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗത കങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷതാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പാദങ്ങളിൽ ഭക്തിപൂർവമടിയൻ നൽകട്ടെ ശ്ലോകാർച്ചനാതുൽപാദങ്ങളിൽ ഭക്തിപൂർവമടിയൻ നൽകട്ടെ ശ്ലോകാർച്ചന. തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്യുഷാം പരിഷ്വക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗത കങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷതാ. കണ്ണൻ പിറന്നു എന്റെ കണ്ണൻ പിറന്നു, കണ്ണൻ പിറന്നു എന്റെ കണ്ണൻ പിറന്നു, ദേവകി വസുദേവർക്കു ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു എന്റെ കണ്ണൻ പിറന്നു, ദേവകി വസുദേവർക്കു ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു കാർവർണ്ണൻ പിറന്നു, നന്ദയശോദാദികൾക്കു ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു ദേവൻ മണ്ണിൽ പിറന്നു, കണ്ണീരു കർപ്പൂരമായി ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ
ഗോപാല ഹരേ. കണ്ണൻ പിറന്നു ഗോപബാലൻ പിറന്നു ഗോപികൾക്കു കാന്തനാകാൻ ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു കംസനാകെ ഭയന്നു ദുഷ്ടജന നിഗ്രഹത്തിനുണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു പൂർണ്ണ ബ്രഹ്മം പിറന്നു ബ്രഹ്മാദികൾക്ക് ഈശനാകും ഉണ്ണി പിറന്നു. ഹരി ഹരി ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു നാദബ്രഹ്മം പിറന്നു ഓടത്തണ്ടിൽ ഗാനം ചേർക്കാൻ ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു ദേവനെന്നിൽ നിറഞ്ഞു എന്റെ ഹൃദാം തൊട്ടിലും ഉണ്ണി കിടന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു എന്റെ കണ്ണൻ പിറന്നു കണ്ണൻ പിറന്നു കാർവർണ്ണൻ പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു ദേവൻ മണ്ണിൽ പിറന്നു കണ്ണൻ പിറന്നു ഗോപബാലൻ പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു കംസനാകെ ഭയന്നു കണ്ണൻ പിറന്നു പൂർണ്ണ ബ്രഹ്മം പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു നാദബ്രഹ്മം പിറന്നു കണ്ണൻ പിറന്നു ദേവനിൽ പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ദേവകി വസുദേവർക്കു ഉണ്ണി പിറന്നു നന്ദ യശോദാദികൾക്കു ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണീരു കർപ്പൂരമായി ഉണ്ണി പിറന്നു ഗോപികൾക്കു കാന്തനാകാൻ ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ദുഷ്ടജന നിഗ്രഹത്തിനുണ്ണി പിറന്നു ബ്രഹ്മാദികൾക്ക് ഈശനാകും ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഓടത്തണ്ടിൽ ഗാനം ചേർക്കാൻ ഉണ്ണി പിറന്നു എന്റെ തൊട്ടിയിലോ ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. 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 ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കാരുണ്യ സിന്ധോ പവനപുരപതേ. കൃഷ്ണ ഹരേ 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 ഹരേ.
സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അച്യുത നിന്നോട് കഥകളെ ഉച്ചത്തിൽ പാടിയിടണം. ആനന്ദമൂർത്തെ നിൻ രൂപമോ ആത്മാവിൽ നിറയണമേ. നാരായണ നാരായണ ഹരിനാരായണ നാരായണ 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 ഹരിനാരായണ നാരായണ. ഇക്ഷീതി തന്നീലോ ജീവനു രക്ഷനി മാത്രമല്ലോ ഈരേഴുലകിനു നാഥനം. ഈരേഴുലകിനു നാഥനം സൂര്യ സമനാകുന്നതേ. നാരായണ നാരായണ ഹരിനാരായണ നാരായണ 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 ഹരിനാരായണ നാരായണ. എല്ലാവരും കൈകൊട്ടി പാടുക. ഉത്തമമാകും നിന്നാമങ്ങൾ ഭക്ത്യാ ഞാൻ ചൊല്ലിടുമ്പോൾ ഊതുന്ന വംശികയായ എന്നെ അധരത്തിൽ ചേർക്കണമേ. നാരായണ നാരായണ ഹരിനാരായണ നാരായണ 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 ഹരിനാരായണ നാരായണ. ഋഷിവൃന്ദം പൂജിച്ചിടുന്നവ പരമാർത്ഥ ചൈതന്യമേ. എന്നൂടെ കണ്ഠത്തിൽ സുന്ദര സംഗീതം ചെയ്തിടണേ. നാരായണ നാരായണ ഹരിനാരായണ നാരായണ 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 ഹരിനാരായണ നാരായണ. ഏണാങ്കൽ തോൽക്കുന്ന മുഖം കാണേണം ഞാൻ നിത്യവും. ഐശ്വര്യ സമ്പുഷ്ടമാകുക ഈശ്വര എൻ ജീവിതം. നാരായണ നാരായണ ഹരിനാരായണ നാരായണ 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 ഹരിനാരായണ നാരായണ. ഒരുപാടു കാലമായി ഞാൻ തവ പദരേണു തേടിയിടുന്നു. ഓടിയണയുഗദേവാദി ഓമനങ്ങൾ കൺമഹരേ. നാരായണ നാരായണ ഹരിനാരായണ നാരായണ 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 ഹരിനാരായണ നാരായണ. ഔത്സുക്യമേറുന്നു എൻ ഹൃദി ത്വൽസേവ ചെയ്തിടുവാൻ. അംബുജലോചന നീ എന്റെ സമ്പാദ്യം എന്നും ഹരി. നാരായണ നാരായണ ഹരിനാരായണ നാരായണ 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 ഹരിനാരായണ നാരായണ. അവിടുത്തെ അപദാനമീ വിധം അനുദീനം പാടിടുവാൻ. ഭഗതാരിൽ ഭക്തി വളർത്തുക അനുപമ ഹരി. നാരായണ നാരായണ ഹരിനാരായണ നാരായണ 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 ഹരിനാരായണ നാരായണ ഹരിനാരായണ നാരായണ ഹരിനാരായണ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വെற்றிவேல் മുരുകനുക്ക്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സുന്ദരനെ
യശോദ നന്ദനനെ ബാലകനെ ഗോപാല ബാലകനെ കാമുകനെ ശ്രീരാധ മാധവനെ വാദകനെ മുരളി വാദകനെ നർത്തകനെ കാളിയ നർത്തകനെ ഹരിഹരി കേശവനെ കൈവല്യദായകനെ ഹരിഹരി സാഗരമേ കാരുണ്യ സാഗരമേ ഹരിഹരി നന്ദജനെ യശോദ നന്ദനനെ രക്ഷകനെ രുക്മിണി രക്ഷകനെ മണ്ഡപം ചുട്ടതും കണ്ണിൽ തുടച്ചതും കാമിനി മാറുത്തു വാടി കളിച്ചതും പർവ്വതം പൊക്കിയതും നന്നായി കളിച്ചതും കാളിയ മർദ്ദൻ ഇരകളാടി സുന്ദരനെ 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 യാദവനെ യാദവനെ കേശവനെ കേശവനെ മാധവനെ മാധവനെ ഈശ്വരനെ ഈശ്വരനെ നർത്തകനെ നർത്തകനെ രക്ഷകനെ രക്ഷകനെ നന്ദജനെ നന്ദജനെ സുന്ദരനെ സുന്ദരനെ ബാലകനെ ബാലകനെ കേശവനെ കേശവനെ യാദവനെ യാദവനെ ഈശ്വരനെ ഈശ്വരനെ യാദത്തോഴനെ ഗോപിക്കുകാതനയൊന്ന് തുണ്ണിയ നന്ദന സ്വന്തമായി ജീവന്റെ ജീവനെ മാനുഷവേഷം അമ്പാടി തന്നിലെ ഗോപിക്കടിച്ചൊരു സുന്ദരനെ സുന്ദരനെ മാത്രം കവർന്നതും മാത്രം തൊടുത്തതും ചിത്തം കവർന്നതും മുത്തിൽ നിറഞ്ഞതും ദ്വാരക തീർത്തതും ദേവരെ കൊന്നു കന്ധനെ കൊന്നതും കാരുണ്യ കാട്ടിയ സുന്ദരനെ 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 യാദവനെ യാദവനെ കേശവനെ കേശവനെ മാധവനെ മാധവനെ ഈശ്വരനെ ഈശ്വരനെ അധുരനുടെ തേരുതളിച്ചൊരു സുന്ദരനെ സുന്ദരനെ അധുര ഗർഭത്തെ ഇല്ലാതെയാക്കിയ സുന്ദരനെ സുന്ദരനെ അന്തണഭക്തിയിലെല്ലാം മറന്നൊരു സുന്ദരനെ സുന്ദരനെ ആയിരം ആയിരം ലീലകളാടിയ സുന്ദരനെ സുന്ദരനെ അധുരനുടെ തേരുതളിച്ചതും അധുര ഗർഭത്തെ ഇല്ലാതെയാക്കിയതും അന്തണഭക്തിയിലെല്ലാം മറന്ന ആയിരം ആയിരം ലീലകളാടിയ സുന്ദരനെ 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 യാദവനെ യാദവനെ കേശവനെ കേശവനെ മാധവനെ മാധവനെ ഈശ്വരനെ ഈശ്വരനെ അമ്പേദ്കർക്കുമല്ല ചിരിച്ചൊരു സുന്ദരനെ സുന്ദരനെ ആനന്ദദായകൻ മണിവർണ്ണന സുന്ദരനെ സുന്ദരനെ ഭക്തപുരിക്കവും മഹിമയ്ക്കൊരു സുന്ദരനെ സുന്ദരനെ വാദപുരുഷനെ പിന്നിട്ട സുന്ദരനെ സുന്ദരനെ അമ്പേദ്കർക്കുമല്ല ചിരിച്ചതും ആനന്ദദായകൻ മണിവർണ്ണന ഭക്തപുരിക്കവും മഹിമയ്ക്കൊരു വാദപുരുഷനെ പിന്നിട്ട സുന്ദരനെ സുന്ദരനെ അധുരനോട് തേരുതളിച്ചതും അധുരനോട് ഇല്ലാതെയാക്കിയതും മന്ദനഭംഗിയിലെല്ലാം മറന്നതും ആയിരം ആയിരം ലീലകളാടിയ സുന്ദരനെ സുന്ദരനെ പത്രിക വന്നത് പത്രം കൊടുത്തത് ചിന്തക വന്നത് മുത്തിലറിഞ്ഞത് സുന്ദരനെ സുന്ദരനെ യാതൊരുത്തോഴനെ ഗോപിക്കുന്നവനെ അമ്മൂട്ടിയെ നന്ദനസുന്ദരമായി ജീവന്റെ ജീവനെ മാനുഷവേദമയം പാടി തന്നെ ഗോപിക്കടിച്ചൊരു സുന്ദരനെ സുന്ദരനെ അടവചിത്രനെ കൊടുത്തത് ജാമിനി മാർക്കുവാൾ കടിച്ചത് പർവ്വത മുക്കിത് മന്ന കടിച്ചത് കാളിയ ബന്ധന ലീലയാടി ആദ്യത്തോഴനെ ഗോപിക്കാതെ അമ്മൂട്ടിയെ നന്ദനസുന്ദരം ജീവന്റെ ജീവനെ മാനുഷവേദമയം പാടി തന്നെ ഗോപിക്കടിച്ചൊരു സുന്ദരനെ സുന്ദരനെ പത്രിക വന്നത് പത്രം കൊടുത്തത് ചിന്തക വന്നത് മുതൽ ദ്വാരകത്തിൽ ദേവരെ കൊന്നത് കമ്പരെ കൊന്നത് കാരനെ കണ്ടു അതിനോട് തേരുതളിച്ചത് സുന്ദരനെ സുന്ദരനെ അമ്പേദ്കർക്കുമല്ല ചിരിച്ചൊരു സുന്ദരനെ സുന്ദരനെ ആനന്ദദായകൻ മണിവർണ്ണന സുന്ദരനെ സുന്ദരനെ ഭാഗ്യപ്പെട്ടൊരു സുന്ദരനെ സുന്ദരനെ വാദപുരീശനെ കിട്ടുന്ന സുന്ദരനെ സുന്ദരനെ കൊടുത്തത് കാമിനി മാർക്കുവാൻ കടിച്ചത് പർവ്വത മുഖത്ത് നമ്മെ കടിച്ചത് കാളിയ മന്ദന ലീലകളാടിയ സുന്ദരനെ 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 യാദവനെ യാദവനെ കേശവനെ കേശവനെ ഈശ്വരനെ ഈശ്വരനെ രക്ഷകനെ രക്ഷകനെ സുന്ദരനെ 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 ബാലകനെ കാമുകനെ വാദകനെ നർത്തകനെ കേശവനെ സാഗരനെ നന്ദജനെ രക്ഷകനെ പഞ്ചുട്ടം കൊടുത്തത് കാമിനി മാർക്കുവാടി കളിച്ചത് പർവ്വതമുഖത്ത് നമ്മെ കളിച്ചത് കാളിയ ബന്ധന ലീലകളാടിയ സുന്ദരനെ സുന്ദരനെ യാതൊരു സുന്ദരനെ സുന്ദരനെ ഗോപിക്കുകാതന സുന്ദരനെ സുന്ദരനെ അമ്മയ്ക്ക് ഉണ്ണിയ സുന്ദരനെ സുന്ദരനെ സുന്ദര സുന്ദരനെ സുന്ദരനെ ജീവന്റെ ജീവന സുന്ദരനെ സുന്ദരനെ അത്രക്ക് വന്നൊരു സുന്ദരനെ സുന്ദരനെ അത്ര തൊടുത്തൊരു സുന്ദരനെ സുന്ദരനെ ചിന്തക വന്നൊരു സുന്ദരനെ സുന്ദരനെ
സുന്ദരനേ. जय बोलो सुंदर मूर्ति भगवान की जय. जय बोलो आनंद सुंदरन की जय. सर्वत्र गोविंद नाम संकीर्तനം. गोविंद गोविंद सदा सर्वत्र गोविंद नाम संकीर्तനം. गोविंद गोविंद सदा सर्वत्र गोविंद नाम संकीर्तനം. गोविंद गोविंद हर हर नमः पार्वती पतये. हर हर महादेव जानकी कांत स्मरणं. जय जय राम राम कण्णने अतिसुन्दर मम कण्णने मणिवन्दने. कण्णने अतिसुन्दर मम कण्णने मणिवन्दने. നന്ദഗോപനുഭാഗ്യമായൊരു പുണ്യായൊരു കണ്ണനെ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോപാല. കണ്ണനെ അതിസുന്ദര മമ കണ്ണനെ മണിവന്ദനെ. നന്ദഗോപനുഭാഗ്യമായൊരു പുണ്യായൊരു കണ്ണനെ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോപാല. പൂതനയുടെ ജീവിതത്തിനെ പുണ്യമാക്കിയ ബാലനെ. പൂതനയുടെ ജീവിതത്തിനെ പുണ്യമാക്കിയ ബാലനെ. വണ്ടിയായൊരു കംസഭൃത്യനു മോക്ഷമേകിയ ദേവനെ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോപാല. കാറ്റുപോലെ അണഞ്ഞ ദുഷ്ടനെ കാലനേകിയ കണ്ണനെ. കാറ്റുപോലെ അണഞ്ഞ ദുഷ്ടനെ കാലനേകിയ കണ്ണനെ. കൊക്കുപോലെ അണഞ്ഞ നീചനെ കൊന്നു തള്ളിയ ബാലനെ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോപാല. കാലിവെച്ചു നടന്നിടുന്നവൻ കാടു കാട്ടി നടക്കുമ്പോൾ. കാലിവെച്ചു നടന്നിടുന്നവൻ കാടു കാട്ടി നടക്കുമ്പോൾ. കാലിവേഷമണിഞ്ഞ ദുഷ്ടനെ. കാലിവേഷമണിഞ്ഞ ദുഷ്ടനെ കാൽ പിടിച്ചു വധിച്ചവൻ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോപാല. പാലുവെച്ച കുടങ്ങളൊക്കെയും പാലുവെച്ച കുടങ്ങളൊക്കെയും പൈവാലുവെച്ച കുടങ്ങളൊക്കെയും കോലുവെച്ചു തകർത്തവൻ. പാലുവെച്ച കുടങ്ങളൊക്കെ കോലുവെച്ചു തകർത്തവൻ. ഗോപി തൊട്ടു നടന്നവൻ. കൃഷ്ണൻ ഗോപി തൊട്ടു നടന്നവൻ. കണ്ണൻ ഗോപി തൊട്ടു നടന്നവൻ. ചില ഗോപി കാമനം തൊട്ടവൻ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോപാല. ഇഷ്ടഭക്തനു രക്ഷ ചെയ്യുവാൻ ഇഷ്ടദേവനായി വാഴുവാൻ. ഇഷ്ടഭക്തനു രക്ഷ ചെയ്യുവാൻ ഇഷ്ടദേവനായി വാഴുവാൻ. വാക്കുകൾക്കുമതീതനാണിവൻ എൻ കണ്ണൻ.
വൃന്ദാവന വിഹാരി മധുരാനാഥൻ ദ്വാരകാധീശൻ വായുമന്ദിര സുന്ദരൻ ഇഷ്ടഭക്തനു രക്ഷ ചെയ്യുവാൻ ഇഷ്ടദേവനായി വാഴുവാൻ വാക്കുകൾക്കും അതീതനാണിവൻ വായുമന്ദിര സുന്ദരൻ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോപാല ഇഷ്ടഭക്തനു രക്ഷ ചെയ്യുവാൻ ഇഷ്ടദേവനായി വാഴുവാൻ വാക്കുകൾക്കും അതീതനാണിവൻ വായുമന്ദിര സുന്ദരൻ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോപാല ഇഷ്ടഭക്തനു രക്ഷ ചെയ്യുവാൻ ഇഷ്ടദേവനായി വാഴുവാൻ വാക്കുകൾക്കും അതീതനാണിവൻ വായുമന്ദിര സുന്ദരൻ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോപാല ഗോപാല ഹരി ഗോപാല ഹരി ഗോപാല ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 രാധേ ഗോവിന്ദ രാധേ ഗോപാല രാധേ ഗോവിന്ദ രാധേ ഗോപാല രാധേ 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 രാധാരമണ മുകുന്ദ മുരാരേ ശരണം ഹേ തവ ശരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം ഹേ തവ ശരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം ഹേ തവ ശരണയുഗം ചോറ്റാനിക്കരമാഴും ദേവി ശരണം ഹേ തവ ശരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം ഹേ തവ ശരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം ഹേ തവ ശരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം ഹേ തവ ശരണയുഗം നന്ദകുമാര നവനിത ചോര ശരണം ഹേ തവ ശരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം ഹേ തവ ശരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം ഹേ തവ ശരണയുഗം പാർവതി തനയാ സുബ്രഹ്മണ്യ ശരണം ഹേ തവ ശരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം ഹേ തവ ശരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ലോകാധീശ്വര മംഗളം അനുദിനം കൃഷ്ണ ഹരേ മംഗളം ശ്രീരാധേശ്വര മംഗളം ശിവപദം ശ്രീമാധവം മംഗളം ശ്രീവാദേശ്വര മംഗളം ശുഭകരം കൈവല്യദം മംഗളം കാരുണ്യാമൃതമംഗളം കാരുണ്യാമൃതമംഗളം ഹരേ തവ കാരുണ്യാമൃതമംഗളം ഭവതു മേ ശ്രീകൃഷ്ണ സന്മംഗളം ശ്രീകൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഭാഗവത പ്രിയ ഭക്തജനപ്രിയ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം 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 കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ
കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം